ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പരൂസ്യ എന്ന ആഗമനകാല ഒരുക്ക ചിന്തകളിലേക്ക് എല്ലാ സ്നേഹിതർക്കും സ്വാഗതം. ഒരു വന്യവൈദികൻ എന്നോട് ഒരു സങ്കടം പറഞ്ഞത് ഓർമ്മ വരികയാണ്. മറ്റൊരാളുമായുള്ള ചർച്ചാമധ്യേ അദ്ദേഹം ആ വൈദികനോട് ചോദിച്ചുവെന്ന് പോലും, ഏറ്റവും വലിയ പ്രാർത്ഥന കത്തോലിക്ക സഭയിൽ ഏറ്റവും വലിയ പ്രാർത്ഥന ഏതാണ്? വന്യവൈദികൻ പറഞ്ഞു കൊടുത്തു, പരിശുദ്ധ കുർബാനയാണ്. ഇല്ല, കോണ്ടംപ്ലേഷനാണ് ഏറ്റവും വലിയ പ്രാർത്ഥനയെന്നും. അതിനെക്കുറിച്ച് പിന്നെ തർക്കമായി. അച്ഛൻ പറഞ്ഞു, കോണ്ടംപ്ലേഷൻ ഈസ് എ വേ ഓഫ് പ്രെയർ. ഇതുപോലെ പല രീതികളുണ്ട്, പ്രാർത്ഥനാ രീതികൾ. പക്ഷേ പരിശുദ്ധ കുർബാനയെക്കാളും വലിയൊരു പ്രാർത്ഥന വേറെയില്ല. അങ്ങനെ ആ വന്യവൈദികൻ സംസാരിച്ചവർ പങ്കുവച്ചപ്പോൾ അദ്ദേഹം പറയാറുണ്ട്, അതോടുകൂടെ ആ സഹോദരൻ വൈദികനുമായി സംസാരം തന്നെ നിർത്തിയെന്ന്, മിണ്ടാട്ടമില്ലെന്ന്. ശരിക്കും എന്താണ് വിശ്വാസ രഹസ്യത്തിൻ്റെ അർത്ഥമെന്നോ ആഴമെന്നോ അറിയാതെ ഇതുപോലെ ജീവിക്കുന്ന അനേകം പേരുണ്ട്. അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ പത്രോസ് യോഹന്നാനും ദേവാലയത്തേക്ക് പോകുമ്പോൾ മുടന്തനായ ഒരുവൻ ഭിക്ഷ യാചിച്ചുകൊണ്ട് എന്തെങ്കിലും കിട്ടുമെന്ന് നോക്കി അവരിയ്ക്കുമ്പോൾ പത്രോസ് പറഞ്ഞ മറുപടി നമുക്കറിയാമല്ലോ. സ്വർണ്ണമോ വെള്ളിയോ ഞങ്ങളുടെ പക്കലില്ല, ഞങ്ങളുടെ കയ്യിലുള്ളത് നിങ്ങൾക്ക് തരാം. നസത്തുകാരനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക. പിന്നെ അത്ഭുതം നടന്നത് നമുക്കെല്ലാവർക്കും അറിയാം. ഇതുപോലെ അത്ഭുതങ്ങളും അടയാളങ്ങളും അപ്പോസ്തലന്മാരുടെ വാക്കുകൾക്ക് സ്ഥിരീകരണം നൽകുകയും അവർ ക്രിസ്തുവിൻ്റെ നാമമാണ് പ്രവർത്തിക്കുന്നതെന്ന് വെളിപ്പെടുത്തുകയും ചെയ്യുന്നു. ഒരുപാട് അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കുന്ന അപ്പോസ്തലന്മാരെ നാം കാണുന്നുണ്ട്. ക്രിസ്തു പ്രവർത്തിക്കുന്നു, ശുശ്രൂഷ ചെയ്യുന്നത് അപ്പോസ്തലന്മാർ. കർത്താവ് അവരോടുകൂടെ പ്രവർത്തിക്കുകയും അടയാളങ്ങൾ കൊണ്ട് വചനം സ്ഥിരീകരിക്കുകയും ചെയ്തിരിക്കുന്നുവെന്ന് മാർക്കോസ് 16:20 നമ്മൾ വായിക്കുന്നു. അപ്പോസ്തലന്മാർ പ്രവർത്തിച്ച നിരവധിയായ അത്ഭുതങ്ങളും അടയാളങ്ങളും യേശുവിൻ്റെ ദൈവീകത വെളിപ്പെടുത്തുന്നതായിരുന്നു. ആ പ്രവർത്തിക്കുന്ന യേശു ദൈവം തൻ്റെ സാന്നിധ്യം കാണിക്കാൻ ഭൗതിക ലോകത്ത് ഇടപെടാൻ കഴിവുള്ളവനാണെന്നും അതിന് തയ്യാറാണെന്നും തികച്ചും അവ്യക്തമായ വാക്കുകളിൽ അല്ലാതെ തന്നെ നമുക്കത് മനസ്സിലാകും. തൻ്റെ ഇഷ്ടം പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു സജീവ ദൈവമാണ്. ഇത് ഒന്നുമില്ലാത്ത ദൈവമല്ല. അത് വളരെ വ്യക്തമായി ബൈബിളിലൂടെ കടന്നു പോകുമ്പോൾ നാം കാണുന്നുണ്ട്. പഴയ നിയമചരിത്രത്തിൽ ദൈവം പ്രവാചകന്മാരിലൂടെ വലിയ പിതാക്കന്മാരിലൂടെ നാം കാണുന്നുണ്ട്. പഴയ നിയമകാലത്ത് ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം മുതൽ അബ്രഹാം തുടങ്ങി പല രീതിയിൽ കാണുന്നുണ്ട്. ദൈവം മനുഷ്യരോടൊപ്പം ആയിരിക്കുവാൻ, മനുഷ്യനെ തൻ്റെ നഷ്ടപ്പെട്ട ഛായയും സാദൃശ്യത്തിലേക്ക് മടക്കി കൊണ്ടുവരുവാനായിട്ട് പല രൂപവും ഭാവവും പ്രവർത്തിക്കുന്നതായിട്ട് നാം കാണുന്നുണ്ട്. ജീവിച്ചിരുന്ന കർത്താവായ യേശു തന്നെ അവസാനം മനുഷ്യപുത്രനായി അവതരിച്ചുകൊണ്ട് ഈ ലോകത്ത് വന്നപ്പോൾ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കുന്നത് നാം കാണുന്നുണ്ട്. രോഗികളെ സുഖപ്പെടുത്തുന്നു, മരിച്ചവരെ ഉയർപ്പിക്കുന്നു, 5 അപ്പം കൊണ്ട് 5000 പേർക്ക് കൊടുക്കുന്നു, കാഴ്ചശക്തി ഇല്ലാത്തവരെ കാഴ്ച കൊടുക്കുന്നു. ഇങ്ങനെ ഒരുപാട് അത്ഭുതങ്ങൾ പ്രവർത്തിച്ച യേശുവിനെ നാം കാണുന്നുണ്ട്. ഇതെല്ലാം എന്തിനാണ്? ഇതിലൂടെ എല്ലാം യേശു അത്ഭുതങ്ങൾക്കൊരു സ്ഥാനം കൊടുത്തിരുന്നു എന്നുണ്ടെങ്കിലും ഇതിൻ്റെ എല്ലാം അന്തസ്സത്ത അത്ഭുതമല്ല, അടയാളമില്ല എന്ന് പറയുന്ന യേശുവിനെയും നാം കാണുന്നുണ്ട്. യേശുവിനെ പരീക്ഷിക്കാൻ വേണ്ടി യഹൂദർ വന്ന് അടയാളം ചോദിച്ചില്ലേ? അപ്പോൾ യേശു പറഞ്ഞത് എന്താണ്? മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 2 തുടങ്ങിയ വാക്യങ്ങളിൽ, വൈകുന്നേരം നിങ്ങൾ പറയുന്നു ആകാശം ചുമന്നിരിക്കുന്നു, കാലാവസ്ഥ പ്രസന്നമായിരിക്കും. രാവിലെ നിങ്ങൾ പറയുന്നു ആകാശം ചുമന്നിരിക്കുന്നു, എന്ന് കാറ്റും കോളും ഉണ്ടാകും. ആകാശത്തിൻ്റെ ഭാവഭേദങ്ങൾ തിരിച്ചറിയാൻ നിങ്ങൾക്ക് കഴിയുന്നു, എന്നാൽ കാലത്തിൻ്റെ അടയാളങ്ങൾ തിരിച്ചറിയാൻ നിങ്ങൾക്ക് കഴിയുകയില്ലേ? ദുഷിച്ചതും അവിശ്വസ്തരുമായ തലമുറ അടയാളം അന്വേഷിക്കുന്നു. യോനായുടെ അടയാളമില്ലാതെ മറ്റൊടയാളവും നൽകപ്പെടുകയില്ല എന്ന് കർത്താവ് കർശനമായി പറയുകയാണ്. അത്ഭുതങ്ങൾ തീർച്ചയായും മനുഷ്യൻ്റെ വിശ്വാസത്തെ ഉജ്ജ്വലിപ്പിക്കാനും മനുഷ്യൻ്റെ വിശ്വാസത്തെ പ്രോജ്വലിപ്പിക്കാനും ആഴപ്പെടുത്താനും കാരണമായേക്കാം. എങ്കിൽ തന്നെയും പല ഇടങ്ങളിലും
അത്ഭുതങ്ങളും അടയാളങ്ങളും അതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചു പോകുന്ന കത്തോലിക്ക വിശ്വാസ സമൂഹത്തെയും വ്യക്തികളെയും നമുക്കറിയാം. ശരിക്കും നമ്മുടെ കൂടെയായിരിക്കുന്നവനും നമ്മുടെ കൂടെ നടക്കുന്നവനുമായ യേശുവിനെ തിരിച്ചറിയാതെ അത്ഭുതങ്ങളും അടയാളങ്ങളും അനുഭവിക്കാൻ നെട്ടോട്ടമോടുന്ന ജനമായ നമുക്ക് ഈ ചിന്തകളിലേക്ക് നമ്മെ വഴിതിരിച്ചു വിടാതെ അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെയും അടിസ്ഥാനപരമായ സത്ത എൻ്റെ വിശ്വാസ ജീവിതത്തേക്ക് ആഴപ്പെടുത്തുവാനായിട്ടുള്ളതാണ്. ആകയാൽ കത്തോലിക്ക വിശ്വാസത്തിൻ്റെ ഉച്ചിയും ഉറവയുമായ പരിശുദ്ധ ദിവ്യകാരുണ്യം, ദിവ്യബലി, കാൽവരിയിലെ ബലി, അപ്പസ്തലന്മാരോടൊപ്പം അന്ത്യത്താഴം കഴിച്ച യേശുവിൻ്റെ ആ അന്ത്യത്താഴം അന്വർത്ഥമായ രഹസ്യം, അന്വർത്ഥമായ സവിശേഷമായ പങ്കുവയ്ക്കൽ, അത് കാൽവരിയിൽ ആണ് എന്ന വലിയ രഹസ്യം നമുക്ക് നമ്മുടെ ഹൃദയങ്ങളിൽ മനനം ചെയ്യാനായി ഇനിയുള്ള ദിവസങ്ങൾ നമുക്ക് വിനിയോഗിക്കാം. സർവേശ്വരൻ നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.